بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام النجدي رحمه الله: باب من سب الدهر فقد آذى الله. من سب الدهر فقد آذى الله. ആര് കാലത്ത് ചീത്ത പറഞ്ഞുവോ അവൻ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു. ആര് കാലത്ത് ആക്ഷേപിച്ചുവോ അവൻ അള്ളാഹുവിനോട് തെറ്റ് പ്രവർത്തിച്ചു. സബ്ബെന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, ചീത്ത പറയുക, അവഹേളിക്കുക, അതൊക്കെയാണ് മോശമായിക്കൊണ്ട് സംസാരിക്കുക. കാലത്ത് സബ്ബുദ്ധ. قال الدهر هو الزمان والوقت والساعة. അതിനൊക്കെയാണ് സമാൻ എന്ന് പറയാം, അല്ല ദഹർ എന്ന് പറയാം, കാലം. സമാൻ അതുപോലെ വൽവഖ്ത് സമയം, അതുപോലെ സനവാത്ത് വർഷങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ ദിവസം, അതൊക്കെ ദഹറിൽപ്പെട്ടതാണ്. ആരെങ്കിലും കാലത്തെ ആക്ഷേപിച്ചാൽ അവൻ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യും. അപ്പൊ കാലത്തെ സബ് ചെയ്യുക, ആക്ഷേപിക്കുക, ചീത്ത പറയുക എന്നുള്ളതും രണ്ടു തരത്തിലാണ്. ഒന്നാമത്തത് അയ്യഖ്സുദൽ ഖബർ ദൂനൽ ലൗ, ആക്ഷേപം ഉദ്ദേശിക്കാതെ ഒരു ഖബർ എന്നുള്ള നിലക്ക് സംസാരിക്കുക, ഒരു വിവരം. ഇന്ന് ഭയങ്കര ചൂടാണ്, ഇന്നത്തെ ദിവസം ഭയങ്കര ചൂടാണ്, ക്ഷീണിച്ചു പോയി. ഇന്നത്തെ ദിവസം ഭയങ്കര തണുപ്പാണ്, ഇന്നത്തെ ചൂടത്ത് ക്ഷീണിച്ചു പോയി, അങ്ങനെ തണുപ്പ് കൊണ്ട് വല്ലാണ്ടായി, ഇങ്ങനെയുള്ള സംസാരം. അതെന്തല്ല കാലത്ത് സബ് ചെയ്യുന്നതിൽപ്പെട്ടാൽ അത് ദിവസത്തെക്കുറിച്ചുള്ള ഖബർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ കഠിനമായ ചൂടുകൊണ്ട് ക്ഷീണിതരായി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ തണുപ്പ് കൊണ്ട് ക്ഷീണിതനായി, ഇങ്ങനെയുള്ള സംസാരങ്ങൾ. ഇത് ആക്ഷേപത്തിൽപ്പെട്ടതല്ല, അത് ജായിസാണ്. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു എന്ന് പറയാം, ഖബർ കൊടുക്കുന്ന സംസാരങ്ങൾ അത് സബ്ബിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് അൻയസുബ്ബ ദഹർ അലാ അന്നഹു ഹുവൽ ഫാഇൽ. ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ഖൈർ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷർറ് സംഭവിച്ചു. അപ്പോ ഷർറ് സംഭവിച്ച ആ ദിവസത്തെ അവൻ ആക്ഷേപിക്കുകയാണ്. ഏതർത്ഥത്തിൽ? ഈ ദിവസമാണ് ഈ ഷർറിനെ ഉണ്ടാക്കിയത്, ഈ ഷർറിനെ കൊണ്ടുവന്നത് ഈ ദിവസമാണ് എന്നൊക്കെ ആ ദിവസത്തെ ചീത്ത പറയാം. അതായത് ആ ദിവസമാണ് ആ പ്രവൃത്തി ചെയ്തത്, ആ ദിവസമാണ് അതായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ കാലത്തെ ആക്ഷേപിക്കുകയും ദിവസത്തെ ആക്ഷേപിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ്? ഹാദാ ശിർക്കുൻ അക്ബർ, ശിർക്കുൻ അക്ബർ. രണ്ടിനങ്ങളാണെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഇതിലും കൂടി. മൂന്നാമത്തത് അൻ യസുബ്ബ ദഹർ ലാ ലിഇഅ്തിഖാദിഹി അന്നഹു ഹുവൽ ഫാഇൽ ബൽ യഅ്തഖിദ് അന്നല്ലാഹു ഹുവൽ ഫാഇൽ. മൂന്നാമത്തെ ഇനെന്ന് പറയുന്നത് അവൻ ദഹറിനെ, കാലത്തെ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്നു. ആ കാലമാണ് ആ പ്രവൃത്തിയുടെ ഫാഇൽ എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് അവന്റെ വിശ്വാസം അല്ലാഹുവാണ് ഫാഇൽ, അല്ലാഹുവാണ് ഖൈറും ഷർറും കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട്
കാലത്ത് ചീത്ത പറയും. ലാക്കിൻ യസുബ്ബുഹു ലിഅന്നഹു മഹല്ലു ലിഹാദൽ അംറിൽ മക്റൂഹ്. ഈ വെറുക്കപ്പെട്ട കാര്യത്തിന്റെ ആ കാര്യം സംഭവിച്ചത് ഇന്ന ദിവസത്തിലാണ് എന്നതിന്റെ പേരിൽ ആ ദിവസത്തെ അവൻ ചീത്ത പറയും. അവിടെ അവന്റെ വിശ്വാസം ആ ദിവസമല്ല അത് പ്രവർത്തിച്ചത്, ആ ദിവസമല്ല ഫാഇൽ, നേരെ മറിച്ച് അല്ലാഹുവാണ് ഫാഇൽ. പക്ഷെ ആ ദിവസത്തിൽ അത് സംഭവിച്ചു എന്നതിന്റെ പേരിൽ ആ ദിവസത്തെ അവൻ ആക്ഷേപിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഹറാമാണ്. ഫഹാദാ മുഹറം. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സബ്ബുദ്ദഹർ, കാലത്തെ ചീത്ത പറയുക, ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇതുപോലെയാണ്. കാനി യഖൂല ഖാതലല്ലാഹു ഹാദിഹി സാഅ വലഅനല്ലാഹു ഹാദിഹി സാഅ എന്ന് പറയുന്നത് പോലെയാണ്. അല്ലാഹു തആല ഈ സമയത്തെ ആക്ഷേപിക്കട്ടെ, ഈ സമയത്തെ ശപിക്കട്ടെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ ശപിക്കട്ടെ. വഹാദൽ യൗം ലാ ബാറക്കല്ലാഹു ഫീഹി എന്നൊക്കെ പറയും. ഈ ദിവസത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകാതിരിക്കട്ടെ, അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ് കാലത്തെ ആക്ഷേപിക്കുക എന്നുള്ളത്. അപ്പൊ ആര് കാലത്ത് ആക്ഷേപിച്ചുവോ അവൻ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു. അവിടെ ഫഖദ് ആദല്ലാഹ്, അല്ലാഹു തആലയ്ക്ക് ഉപദ്രവം പ്രവർത്തിച്ചു, അല്ലാഹു തആലയോട് ഉപദ്രവം ചെയ്തു. അവിടെ ആ ഒരു ദറർ, ആ ഉപദ്രവം കൊണ്ടുള്ള, ആ ശല്യം കൊണ്ടുള്ള ഉപദ്രവം അവിടെ അള്ളാഹുവിനെ ഏൽക്കണമെന്നില്ല, അല്ലാഹു തആലയ്ക്ക് ഏൽക്കുന്നതല്ല. പക്ഷെ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തു എന്നർത്ഥം. وهذا الباب يدخل في التأدب مع الله وترك الألفاظ التي تنافي تعظيم الله. ഈ ബാബും കഴിഞ്ഞ ബാബ് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അദബുമായി ബന്ധപ്പെട്ട ബാബാണ്. അല്ലാഹു തആലയോടുള്ള അദബ്, അതേപോലെ തന്നെ ലഫ്ളുകൾ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ തഅദീം, അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നതിന് ഉപേക്ഷിക്കുക, അതിൽപ്പെട്ടതാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കിതാബുൽ അദബ് എന്ന് പറയുന്ന കിതാബിലാണ് കൊടുത്തിട്ടുള്ളത്. സ്വഹീഹ് ബുഖാരിയിലെ കിതാബുൽ അദബ്. അതുപോലെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ കിതാബുൽ അദബ്, ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലെ കിതാബുൽ അദബ്, തിർമിദി അദ്ദേഹത്തിന്റെ സുനനിലെ കിതാബുൽ അദബ്. അവരുടെ ഈ കിതാബുൽ അദബിലാണ് അവരുടെ സ്വഹീഹിലും സുനനിലുമായി കൊണ്ട് ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ്. وهذا يدل على أن هذا المراد به التأدب مع الله في الألفاظ. അതിൽ നിന്നും മനസ്സിലാക്കാൻ ഇവിടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അദബാണ്. അൽഫാദുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന, സംസാരത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആലയോടുള്ള അദബുമായി ബന്ധപ്പെട്ടതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരാണോ കാലത്തെ ആക്ഷേപിക്കുന്നത്, മുഅ്തഖിദൻ അന്ന ദഹർ ഹുവ സാനി ഔ ഹുവൽ ഫാഇൽ ലിശ്ശർ, ഷർറുകൾ ഉണ്ടാക്കുന്നത് ഈ കാലമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാണോ കാലത്തെ ആക്ഷേപിക്കുന്നത്, എന്താണ് ഫഹാദാ ശിർകുൻ അക്ബർ ഔ കുഫ്റുൻ അക്ബർ വൽ ഇഅ്തിഖാദ് ഹാദാ കുഫ്ർ. ആ വിശ്വാസം കുഫ്റാണ്. ومن سب الدهر معتقدا أن الدهر هو الله فهذا أيضا يكفر. ഒരാൾ കാലത്തെ ആക്ഷേപിക്കുന്നു, ദഹറിനെ ആക്ഷേപിക്കുന്നു, അത് വിശ്വാസം അള്ളാഹുവാണ് കാലം, അള്ളാഹുവാണ് കാലം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ കാലത്തെ ആക്ഷേപിച്ചാൽ അതെന്താണ്? കുഫറാണ്. പിന്നെ അള്ളാഹുവിനെയാണ് ആക്ഷേപിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ومن جعل الدهر اسما من اسماء الله, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരായിക്കൊണ്ട് ദഹറിനെ ആരെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ ഫഹാദാ ബിദ്അ, അത് ബിദ്അത്താണ്.
لأن الدهر ليس اسما من أسماء الله. അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട പേരല്ല അദ്ദഹർ എന്നുള്ളത്. وقول الله تعالى وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر. وقالوا ما هي إلا حياتنا الدنيا. അവർ പറയുന്നത് ദുനിയവിയായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം മാത്രം. നമൂതു വനഹിയ, ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ മരിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ, കാലമല്ലാതെ ഞങ്ങളെ മരിപ്പിക്കുന്നില്ല, ഞങ്ങളെ നശിപ്പിക്കുന്നില്ല എന്നവർ പറഞ്ഞു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു ശേഷമുള്ള ആയത്തിന്റെ ഭാഗം വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇന്നഹും ഇല്ലാ യദുന്നൂൻ, അതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഇൽമുമില്ല, അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിക്കുകയാണ്. അപ്പൊ ഹലാക്കിന് അവർ ദഹറിലേക്കാണ് ചേർത്ത് പറഞ്ഞത്. അവരുടെ ഹലാക്കിന് കാരണം, അവർ നശിച്ചു പോകാനുള്ള കാരണം കാലമാണ് അവരെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. നമൂതു വനഹിയ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. നമൂതു നഹ്നു വനഹിയ അബ്നാഉന യമൂതു ബഅദുന വയഹ്യ ബഅദുന. ഞങ്ങൾ ചിലർ ജീവിക്കുന്നു, ചിലർ മരണപ്പെടുന്നു. അതിന് കാരണം കാലമാണ്, അല്ലാഹുവല്ല. وفي الصحيح عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال قال الله تعالى يؤذيني ابن آدم يسب الدهر وأنا الدهر أقلب الليل والنهار. وفي رواية لا تسب الدهر فإن الله هو الدهر. في الصحيح أي في صحيح البخاري ومسلم. രണ്ട് സഹീഹിലും വന്നിട്ടുള്ള ഹദീസാണ്. قال الله تعالى ഹദീസ് ഖുദ്സിയ യുഖ്ദീനി ഇബ്നു ആദം, ഇബ്നു ആദം എന്നോട് തെറ്റ് പ്രവർത്തിക്കുന്നു. എങ്ങനെ? യസുബ്ബു ദഹറ, കാലത്തെ ചീത്ത പറഞ്ഞു. വാന ദഹറു, ഞാനാകുന്നു ദഹർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്താണ് അതിനർത്ഥം? അനദ്ദഹർ എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിനുശേഷമുള്ളതാണ് അതിന്റെ മഅന. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും ഞാൻ മാറ്റിമറിക്കുന്നു. അതാണ് അനദ്ദഹർ എന്നുകൊണ്ടുള്ള അർത്ഥം. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും ഞാൻ മാറ്റിമറിക്കുന്നു. അതാണ് അനദ്ദഹർ എന്ന് പറയുന്ന അർത്ഥം. നേരെ മറിച്ച് അത് അല്ലാഹുവിന്റെ ഇസ്മിൽപ്പെട്ടതല്ല. അള്ളാഹു രാത്രിയും പകലുമാണോ? അതല്ല, രാത്രിയും പകലിനെയും മാറ്റിമറിക്കുന്ന അള്ളാഹുവാണോ? രാത്രിയും പകലിനെയും മാറ്റിമറിക്കുന്ന അള്ളാഹുവാണ്. അതാണ് അനദ്ദഹർ. അപ്പൊ ഒരാൾ ദഹറിനെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിക്ക് എന്താണ്? അള്ളാഹുവിന്റെ ഫിഅലിന്, ആ പ്രവൃത്തിയാണ് ചീത്ത പറയുന്നത്. അള്ളാഹു തആലയുടെ ആ പ്രവൃത്തിയാണ് അവൻ ചീത്ത പറയുന്നത്. അള്ളാഹുവിന്റെ അഫ്ആലിനെയാണ്, അഫ്ആലിൽപ്പെട്ട ഒരു ഫിഅലിനെയാണ് അവൻ ചീത്ത പറയുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഔസാഫിൽപ്പെട്ട ഒരു വസ്തുവിനെയല്ല, അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്തിനെയല്ല അവൻ ആക്ഷേപിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഫിഅലുകളിൽപ്പെട്ട ഒരു ഫിഅലിനെയാണ്. രാത്രിയും പകലും മാറ്റിമറിക്കുക എന്ന അള്ളാഹുവിന്റെ പ്രവൃത്തിയെയാണ് അവൻ ആക്ഷേപിക്കുന്നത്. അത് ഏതുപോലെയാണ്? അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നത് പോലെയാണ്. വഫീ റിവായ ലാ തസുബ്ബു ദഹർ ഫഇന്ന അല്ലാഹ ഹുവ ദഹർ. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, തീർച്ചയായും അള്ളാഹു അവനാണ് ദഹർ, അവനാകുന്നു കാലം. وأخطأ من زعم أن من أسماء الله الدهر وهو ابن حزم زعم أن من أسماء الله دهر. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അദ്ദേഹം ഈ അഭിപ്രായത്തിലാണ് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ദഹർ എന്നുള്ളത്. അപ്പൊ ആരാണോ അതിനെ അള്ളാഹുവിന്റെ ഇസ്മായിക്കൊണ്ട് സ്വീകരിച്ചത് അവർ തെറ്റുപറ്റിയിരിക്കുന്നു.
യഹ്ദീനി ഇബ്നു ആദം യസുബ്ബു ദഹർ. ദഹറിനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അത് കാലത്തെ ചീത്ത പറയുന്നു. അതുപോലെ ഉമർ, വയസ്സ് അല്ലെങ്കിൽ ആയുസിനെ ചീത്ത പറയുക, സമയത്തെ ചീത്ത പറയുക, വക്ത്, ഇതെല്ലാം ദഹറിനെ ചീത്ത പറയുന്നപ്പെട്ടതാണ്. കുല്ലു ഹാദാ മിനൽ ഖദഹി വദം ഫിൽ അദബ് മഅ അല്ലാഹ് വൽ ഖദർ ഫി തൗഹീദ്. ഇതെല്ലാം സമയത്തെ ആക്ഷേപിക്കുക, ദിവസത്തെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ വർഷത്തെ ആക്ഷേപിക്കുക, ആയുസിനെ ആക്ഷേപിക്കുക, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അദബിൽ സംഭവിക്കുന്ന പോരായ്മകളാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള തൗഹീദ് സംഭവിക്കുന്ന ആക്ഷേപങ്ങളാണ്. إذن أراد من هذا الباب أن الإنسان يتأدب مع الله سبحانه وتعالى ولا يسب الدهر ولا يسب شيئا من أفعال الله لا يسب الزمان. ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യൻ അവന്റെ സംസാരത്തിലും വാക്കുകളിലും മതമുള്ളവനായിരിക്കണം. കാലത്തെ അവൻ ചീത്ത പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽപ്പെട്ട ഒരു പ്രവൃത്തിയെയും അവൻ ചീത്ത പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ അഫ്ആലുകളിൽപ്പെട്ട ഒരു ഫിഅലിനെയും അവൻ ആക്ഷേപിക്കാൻ പാടില്ല.